ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും മുളക് മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ്. അതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നായിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുന്നതിന് മസാല കൂട്ടുന്ന പോലെ തന്നെ മസാല കൂട്ടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എണ്ണയിലോട്ട് തന്നെ തേങ്ങ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ നിന്നൊന്ന് മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിലോട്ട് തന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നത്. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കനിൽ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. സിമ്മിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ചിക്കനിലൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മസാല പിടിച്ചിട്ടുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ വറ്റൽമുളകും ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അതിന് എരിവ് വരുത്തുന്ന നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അത് ഒന്ന് മിക്സിയിൽ വറ്റൽമുളക് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് വെള്ള എള്ള് കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്നതിലൊന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൊണ്ടാട്ടത്തിൻ്റെ മറ്റൊരു റെസിപ്പി നമ്മൾ ചാനലിൽ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്